നമസ്കാരം. സ്പോട്ട്ലൈറ്റ് ഒഫീഷ്യലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ് നാസിക്കിലെ TCS ഓഫീസിലെ ലവ് ജിഹാദ് അഥവാ നാസിക് ഗ്രൂമിംഗ് സ്കാൻഡൽ. ആ വാർത്തയുടെ ചെറിയൊരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. TCS എന്ന ആഗോള IT കമ്പനിക്കുള്ളിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ഒരു വലിയ മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചൂടേറിയ ചർച്ച. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ കണ്ടെത്തി അവർക്ക് ജോലി നൽകുകയും പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും നമാസ് പഠിപ്പിക്കാനും ഹിജാബ് ധരിപ്പിക്കാനും നിർബന്ധിക്കുന്നു എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഒന്നുകൂടി ഈ സംഭവത്തിന്റെ വേരുകൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ മാധ്യമങ്ങൾ നെയ്തെടുത്ത കഥകളിൽ വലിയ വിള്ളലുകൾ കാണാൻ സാധിക്കും. സോക്കോൾഡ് ലവ് ജിഹാദിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിദ ഖാൻ എന്ന യുവതിയുടെ കാര്യം തന്നെ എടുക്കാം. അവര് TCSലെ HR മാനേജർ ആണെന്നും ആ പദവി ഉപയോഗിച്ചാണ് പെൺകുട്ടികളെ കുടുക്കിയതെന്നുമാണ് വാർത്ത വന്നിരുന്നത്. എന്നാൽ TCS നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ വ്യക്തമായത് അവർക്ക് മാനേജർ പദവി പോലും ഇല്ലെന്നും വെറും ഒരു പ്രോസസ് അസോസിയേറ്റ് മാത്രമാണെന്നുമാണ്. ഒരാളെ ജോലിക്ക് എടുക്കാനോ പിരിച്ചുവിടാനോ ഉള്ള ഒരു അധികാരവും അവർക്കില്ലായിരുന്നു. കൂടാതെ ലൈംഗിക അതിക്രമ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ അവർ അംഗമാണെന്ന വാർത്തയും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ അവർ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഗർഭിണിയായ അവർ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പിന്നീട് വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ കേസിൽ എങ്ങനെയാണ് 9 FIRകൾ ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിക്കണം. അതിനു പിന്നിൽ നിതിൻ ഗേഗ്വാദ് എന്ന പ്രാദേശിക ശിവസേന നേതാവിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദാനിഷ് ഷെയ്ഖ് എന്ന യുവാവുമായി ബന്ധമുണ്ടായിരുന്ന പരാതിക്കാരിയായ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തി പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഇദ്ദേഹമാണ്. ദാനിഷ് വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് പെൺകുട്ടിയെ വഞ്ചിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വ്യക്തിപരമായ വഞ്ചനയെ ഒരു വലിയ മതപരിവർത്തന ഗൂഢാലോചനയെ മാറ്റാനുള്ള ശ്രമമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. ദിയോലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ 200-ലധികം പേർ സംഘടിച്ചെത്തി സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്യുന്നത്. മതപരിവർത്തനം എന്ന ആരോപണം മാധ്യമങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ FIRൽ പോലും മതപരിവർത്തനത്തെക്കുറിച്ച് സൂചനയില്ല എന്നത് വസ്തുതയാണ്. മാധ്യമങ്ങൾ പടച്ചുവിട്ട മറ്റൊരു സിനിമാ കഥയായിരുന്നു പോലീസിന്റെ 40 ദിവസത്തെ അണ്ടർ കവർ ഓപ്പറേഷൻ. വീട്ടുജോലിക്കാരായും സെക്യൂരിറ്റിക്കാരായും പോലീസുകാർ TCS ഓഫീസിൽ നുഴഞ്ഞുകയറി ഈ വലിയ ഗൂഢാലോചന കണ്ടെത്തിയെന്നാണ് വാർത്തകൾ വന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ലെന്ന് നാസിക് പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ വസ്ത്രം ധരിച്ച് ചില വനിതാ ഓഫീസർമാർ ഓഫീസിൽ ചെന്ന് ജീവനക്കാരുമായി സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ മാത്രം ഇത്ര വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയം. അങ്കിത ഭണ്ഡാരി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോഴോ മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരായി നടത്തിക്കപ്പെട്ടപ്പോഴോ ബിൽക്കിസ് ബാനുവിന്റെ പ്രതികൾക്ക് മാലയിട്ട് സ്വീകരണം നൽകിയപ്പോഴോ കാണാത്ത എന്ത് ജാഗ്രതയാണ് ഇവിടെ ചില സംഘടനകൾ കാണിക്കുന്നത്. കുറ്റവാളി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഈ സിലക്റ്റീവ് ഔട്ട്റേജ് സ്ത്രീ സുരക്ഷയെ ഒരു കാലത്തും സഹായിക്കില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രമല്ല, പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ കാണുമ്പോൾ പോലും ആ മതത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ മതത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നത് അവസാനിപ്പിക്കണം. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ലേബലുകൾ നോക്കാതെ കുറ്റവാളികളെ ശിക്ഷിക്കാനും ഇരകൾക്ക് നീതി ഉറപ്പാക്കാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. വെറും പ്രൊപ്പഗാൻഡകൾ വിശ്വസിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?